പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. വായ്പാ നിരക്കുകൾ കുറച്ച് സൗദി സെൻട്രൽ ബാങ്ക്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചതിനു പിന്നാലെയാണ് സൗദിയുടെ തീരുമാനം. സൗദി സെൻട്രൽ ബാങ്ക് വായ്പാ നിരക്കുകൾ 50 ബേസിസ് പോയിന്റ് കുറച്ചു. റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ് നിരക്കിൽ കുറച്ച് 5.5% റിവേഴ്സ് റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ് നിരക്ക് കുറച്ച് 5% തീരുമാനിച്ചിരിക്കുന്നത്. സൗദി റിയാലിനെയും US ഡോളറിനെയും സ്ഥിരവിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചതിനാൽ വായ്പാ നിരക്ക് നയത്തിൽ US ഫെഡറൽ റിസർവിനെയാണ് സൗദി സെൻട്രൽ ബാങ്ക് പിന്തുടരുന്നത്. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായാണ് US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചത്. 2020 മാർച്ചിനു ശേഷം ആദ്യമായാണ് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം UN ജനറൽ അസംബ്ലിയിൽ പാസായി. പലസ്തീനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഒരു വർഷത്തിനകം അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് ആവശ്യം. പ്രമേയത്തിന് അനുകൂലമായി 124 വോട്ടുകൾ ലഭിച്ചു. എതിർത്ത് 14 വോട്ടുകളുണ്ടായി. ഇന്ത്യയടക്കം 43 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, ഇറ്റലി, നേപ്പാൾ, യുക്രൈൻ, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങൾ വിട്ടുനിന്നവരിൽ ഉൾപ്പെടുന്നു. പ്രമേയത്തെ എതിർത്തവരിൽ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടുന്നു. പ്രമേയം സമാധാനത്തിനു പകരം മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനിടയാക്കുമെന്ന് US ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ വാഹന വിൽപ്പന ഇടപാടുകളിൽ പണം നേരിട്ട് നൽകുന്നതിന് നിയന്ത്രണം. ഒക്ടോബർ 1 മുതൽ എല്ലാ ഇടപാടുകളും ബാങ്ക് വഴി മാത്രമാക്കി. കുവൈറ്റിൽ വാഹന വിൽപ്പനയുടെ ഇടപാടുകൾ ബാങ്ക് വഴി മാത്രമായിരിക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ നിർദ്ദേശം നൽകി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടാനുള്ള നടപടിയുടെ ഭാഗമായാണിത്. നേരിട്ടുള്ള പണമിടപാടുകൾ ഒഴിവാക്കുന്നതിലൂടെ ഫണ്ടുകളുടെ ഒഴുക്ക് കണ്ടെത്താനും ഉത്ഭവം പരിശോധിക്കാനും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും അധികാരികൾക്ക് സാധിക്കും. നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 6 ആരംഭിക്കും. ന്യൂ ഇയർ ഇവന്റ്സ് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഉത്സവത്തിന് ദുബായ് ഒരുങ്ങുകയാണ്. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് DSF സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 6 മുതൽ 2025 ജനുവരി 12 വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. DSFന്റെ 30ാം വാർഷികമാണ് ഇത്തവണ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സംഗീതജ്ഞരും സെലിബ്രിറ്റികളും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. തീം പാർക്ക്, ഔട്ട്ഡോർ സാഹസിക മത്സരങ്ങൾ എന്നിവയ്ക്കൊപ്പം വമ്പൻ സമ്മാനങ്ങളും DSFൽ ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശികവും രാജ്യാന്തര തലത്തിലെയും 1000-ലധികം ബ്രാൻഡുകൾ പ്രദർശനത്തിനെത്തും. പരിപാടിയുടെ മുഴുവൻ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.